നമസ്കാരം. വീണ വിജയൻ ഹവാല ചാനലുകൾ വഴി പണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവ് ലഭിച്ചിട്ടുണ്ടെന്ന ഇഡിയുടെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ നിഷ്കളങ്കതയുടെ ആൾരൂപം ചമഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അതൊന്ന് കേട്ടു നോക്കാം. ഇങ്ങനെ നമ്മളിതൊക്കെ പിന്നാലെ ചില ആൾക്കാർ ദീർഘകാലമായിട്ട് കൂടിയിട്ടുണ്ടല്ലോ. ഏതൊക്കെ തരത്തിൽ പെടുത്താൻ പറ്റും എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അതെന്താ സഖാവേ താങ്കളെ മാത്രം ഇങ്ങനെ ആളുകൾ വേട്ടയാടുന്നത്? താങ്കളല്ലല്ലോ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയായിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ടല്ലോ പാർട്ടിയിൽ. അതായത് വി.എസ്. അച്യുതാനന്ദൻ, ഇ.കെ. നായനാർ, ഇ.എം.എസ്. ഇവരെ ഒന്നും ആരും വേട്ടയാടിയിട്ടില്ല. പക്ഷെ താങ്കളെ മാത്രമാണ് എല്ലാവരും വേട്ടയാടുന്നത്. അതെന്തായിരിക്കും? അത് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? താങ്കൾ ഭയങ്കര ഒരു എന്താ പറയുക, കമ്മ്യൂണിസത്തിൻ്റെ പ്രതിരൂപമാണെന്നോ, അല്ലെങ്കിൽ താങ്കൾ ചിലപ്പോൾ ഭാവി പ്രധാനമന്ത്രി ആയാലോ എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കുമോ? ചിലപ്പോൾ അതായിരിക്കും അല്ലേ? കാരണം അത് ഒരു ഉത്തരം കിട്ടുന്നില്ല ആ ചോദ്യത്തിന്. താങ്കളെ എല്ലാവരും ഇങ്ങനെ വേട്ടയാടുന്നത്. നമ്മുടെ ആ സുപ്രീം കോടതിയിൽ ഒരു കേസ് കിടപ്പില്ലേ, ഇവർ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് ഒരു അപ്പീൽ കൊടുത്തായിരുന്നല്ലോ CBI. അത് എത്രാമത്തെ വട്ടമാണ് അത് മാറ്റി വെച്ചത്? 40ഓ അതോ 42ഓ, എനിക്ക് ഓർമ്മയില്ല എത്രയാണ്. അപ്പോൾ താങ്കൾക്ക് മാത്രം എന്താണ് ഇത്രയൊക്കെ ഒരു സൗകര്യം കേന്ദ്ര സർക്കാർ ചെയ്ത് തരുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. അത് എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ താങ്കൾക്കൊരു പ്രത്യേക ആനുകൂല്യം കിട്ടുന്നുണ്ട്. ഇപ്പം വക്കീലിന് പനിയാണ് ജലദോഷമാണെന്നൊക്കെ പറഞ്ഞ്, അതായത് CBIയുടെ വക്കീലിന് പനിയാണ് ജലദോഷമാണെന്നൊക്കെ പറഞ്ഞ് ഓരോ തവണയും കേസ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ബാക്കി ആരുടെയും കേസിന് ഈ പനിയും ജലദോഷവും ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ താങ്കൾക്ക് ഇത് വേട്ടയാടലാണോ അതോ സംരക്ഷണമാണോ? ഇത് ജനങ്ങൾക്കൊരു സംശയമുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. പിന്നെ കെജ്രിവാളിനെ, ഒരു മൊഴിയുടെ പുറത്താണ് കെജ്രിവാളിനെ മാസങ്ങളോളം ജയിലിലിട്ടത്. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ തൂക്കിയെടുത്തുകൊണ്ട് ജയിലിലിട്ടു. പക്ഷേ താങ്കൾക്കെതിരെയും ശക്തമായ മൊഴി ഉണ്ടായിരുന്നു സ്വപ്ന സുരേഷിൻ്റെ. പക്ഷേ താങ്കളെ ആരും ജയിലിലാക്കുന്ന കണ്ടിട്ടില്ല. അപ്പോൾ താങ്കൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? ആയിരിക്കും, പ്രത്യേകത ഉണ്ടായിരിക്കും അല്ലേ? ഓക്കെ, ബാക്കി ഒന്ന് കേട്ട് നോക്കാം. ആ ശ്രമങ്ങൾ പല വഴിക്ക് തുടരും. ഇതിൽ നിർഭാഗ്യകരമായ ഒരു വശം, ഈ അന്വേഷണ ഏജൻസികൾ അവരുടെ മുന്നിൽ വരുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനോ മറ്റോ ഒരു തടസ്സവും ഞങ്ങളാരും പറയുന്നില്ല. ഒരു തടസ്സവും പറയത്തില്ല, ചെയ്യത്തേ ഉള്ളൂ. അതായത് അന്വേഷിക്കാൻ വരുന്ന ED ഉദ്യോഗസ്ഥരുടെ കാറിൻ്റെ ചില്ലുകൾ കട്ട വെച്ച് ഇടിച്ചു പൊട്ടിക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്കിയൊന്ന് കേട്ട് നോക്കാം. അവർ കൃത്യമായ നിയതമായ നിയമ നടപടികൾക്കാണ് തയ്യാറാകേണ്ടത്. അതാണ് നമ്മുടെ നാട് രാജ്യവും പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നാട് രാജ്യവും പ്രതീക്ഷിക്കുന്നത്. അത് വളരെ ശരിയാണ്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നില്ല. പണ്ടേ അഴിക്കുള്ളിലാവേണ്ടതായിരുന്നു താങ്കളുടെ മകൾ. വ്യക്തമായ മൊഴിയുണ്ട് ശശിധരൻ കർത്തയുടെ. അതായത് സേവനമൊന്നും വീണ വിജയനിൽ നിന്ന് ലഭിച്ചിട്ടില്ല, താങ്കളുടെ മകളായതുകൊണ്ട് മാത്രമാണ് ആ പണം കൊടുത്തതെന്ന ശശിധരൻ കർത്തയുടെ മൊഴി വന്നപ്പോൾ തന്നെ ജയിലിലാക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതുവരെ ആക്കിയിട്ടില്ല. നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്ന് നടക്കുമോ ദൈവം തമ്പുരാൻ അറിയാം. ബാക്കിയൊന്ന് കേട്ട് നോക്കാം. ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വീണ എൻ്റെ മകളാണ് എന്നതിൻ്റെ മേലെയാണല്ലോ ഈ ഇത്തരം പ്രശ്നങ്ങൾ വലിയ തോതിൽ ഉയർന്നു വരുന്നത്. ഇതാണ് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, പുള്ളിയുടെ ആ ഒരു ഇരവാദം. വീണ എൻ്റെ മകളായതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള വേട്ടയാടലൊക്കെ നടക്കുന്നത്. അല്ല സഖാവേ, ഇതിനു മുമ്പുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും പെമ്മക്കളുണ്ടായിട്ടില്ലേ? ഞാൻ താങ്കളൊന്ന് ഓർമ്മിപ്പിക്കാം. അച്യുതാനന്ദന്, വി.എസ്. അച്യുതാനന്ദൻ, നമ്മുടെ ജനങ്ങൾ ആരാധനയോടെ ഇന്നും കാണുന്ന വി.എസ്. അച്യുതാനന്ദന് ഒരു മകളുണ്ടായിരുന്നു. അതുപോലെ ഇ.എം.എസ്. നമ്പൂതിരിപ്പാടിന്, മുൻ മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിട്ടുള്ള ഇ.എം.എസ്. നമ്പൂതിരിപ്പാടിന് 2 പെമ്മക്കളുണ്ടായിരുന്നു. പോരാത്തതിന് ഇ.കെ. നായനാർ, മറ്റൊരു കമ്മ്യൂണിസ്റ്റ് മുൻ മുഖ്യമന്ത്രി, 2 പെമ്മക്കളുണ്ടായിരുന്നു. ഇവർക്ക് ആർക്കെതിരെയും ഇതുപോലെയുള്ള വേട്ടയാടലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഈ പെമ്മക്കളാരും ഹവാല വഴി പണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടെന്ന് ഒരു ED ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയും കണ്ടെത്തിയിട്ടില്ലല്ലോ. അപ്പോൾ
ഈ ഇരവാദമൊക്കെ വെറും അർത്ഥശൂന്യമാണെന്നുള്ളത് താങ്കൾക്കും അറിയാം. പിന്നെ കുറച്ച് അണികളെയൊക്കെ ചുമ്മാ ഒന്ന് വികാരഭരിതരാക്കാം അല്ലേ? അതായിരിക്കും താങ്കളുടെ ഉദ്ദേശം. പിന്നെ ഇതിന് വേറൊരു ന്യായീകരണമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന മുൻ മുഖ്യമന്ത്രിമാർ, കമ്മ്യൂണിസ്റ്റ് മുൻ മുഖ്യമന്ത്രിമാർ ഭരിച്ചിരുന്ന കാലത്ത് BJP അല്ലല്ലോ കേന്ദ്രം ഭരിച്ചിരുന്നത് എന്ന് വേണമെങ്കിൽ ഒരു 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 മികച്ചൊരു ന്യായീകരണമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അവർക്കായിട്ട് ഞാൻ വേറൊരു മറുപടി കൂടെ പറഞ്ഞു തരാം. കെജ്രിവാൾ ഇതുപോലെ പിണറായിയെപ്പോലെ തന്നെ 10 വർഷം മുഖ്യമന്ത്രി കസേരയിലിരുന്ന ആളാണ്. പുള്ളിക്കുമുണ്ട് ഒരു മകള്. ആ മകള് ഒരു ബിസിനസ് സംരംഭകയാണ്. ആ മകളും ഇതുപോലെ ഹവാല ചാനലുകൾ വഴി പണം കടത്തിയിട്ടുള്ളതായിട്ട് ഒരു ഇടിയും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വെറും ഒരു പുകമറയാണെന്ന് ശ്രീ പിണറായി വിജയൻ അറിയാം. പക്ഷേ ചുമ്മാ അണികളെ ഒന്ന് വികാരഭരിതരാക്കാം, അവരെ ഒന്ന് ഇമോഷണലാക്കാം, അതായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ ഈ ഇരവാദമൊന്നും പൊതുസമൂഹത്തിൽ ചിലവാകില്ല. പൊന്ന് സഖാവേ, ബാക്കിയോടെ ഒന്ന് കേട്ടു നോക്കാം. വീണ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരി ഭയങ്കര സ്വത്തിൻ്റെ ഉടമയല്ലാരും. ഇതിൽ കേൾക്കുന്ന പണവും വളരെ വലിയ പണവും അല്ലാരും. അതെ, വലിയ പണമൊന്നുമല്ല. ഒരു ഏകദേശം 20 കോടിയുടെ അനധികൃത പണമിടപാട് നടന്നിട്ടുള്ളതായിട്ടാണ് ED ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ അപ്പസ്തോലന് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് ഇതിഹാസത്തിന് ഈ പറയുന്ന 20 കോടിയൊന്നും വലിയ തുകയേ അല്ല. പിന്നെ എത്രയാണ് സഖാവെ താങ്കളെ സംബന്ധിച്ച് വലിയ തുക? 1,00,000 കോടി ഒക്കെയാണോ വലിയ തുക എന്ന് പറയുന്നത്? അപ്പോൾ അത്രയും കമ്മ്യൂണിസത്തെ താങ്കൾ ഉയർത്തി. 20 കോടിയൊക്കെ നിസ്സാര തുകയാണെന്ന് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ താങ്കൾ കമ്മ്യൂണിസത്തെ ഉയർത്തി. എൻ്റെ പൊന്ന് കാറൽ മാർക്സ് മുത്തപ്പ, പുള്ളിയൊക്കെ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ തൂങ്ങിച്ചത്താനെ. ഓഹ്, ഭയങ്കരം തന്നെ. അതിനകത്ത് ED കൃത്യമായി ആ പുറത്തിറക്കിയ സ്റ്റേറ്റ്മെന്റിൽ, പത്രക്കുറിപ്പിൽ പിണറായി വിജയൻ എന്നല്ല P. വിജയൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, P. വിജയൻ എന്ന് പറഞ്ഞ്, അതായത് പണ്ടൊക്കെ പറയായിരുന്നു, ആദ്യമൊക്കെ മറ്റേ ഇൻ്റർനം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെയൊക്കെ ആ കണ്ടെത്തൽ വന്ന സമയത്ത് അത് എന്തോ PV എന്നായിരുന്നു അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത്. ജസ്റ്റ് ഷോർട്ട് ഫോം ആയിരുന്നു. അന്ന് PV എന്നുള്ളത് നാട്ടിൽ ഞാൻ മാത്രമാണോ, ഒരുപാട് PVമാരുണ്ട്, വിജയന്മാർ ഒരുപാടുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അന്ന് ന്യായീകരിച്ചത്. ഇപ്പോൾ അത് P. വിജയനായപ്പോൾ പുള്ളിക്ക് P. വിജയൻ. പക്ഷേ ഇപ്പോൾ പുള്ളി അത് തള്ളി പറയുന്നില്ല കേട്ടോ. കാരണം ഇനി അത് തള്ളി പറഞ്ഞു കഴിഞ്ഞാലേ സഖാക്കൾ പോലും ചിലപ്പം മുഖത്ത് നോക്കി ആട്ടു എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ തള്ളി പറയുന്നൊന്നുമില്ല. അങ്ങനെ P. വിജയൻ എന്ന് പറഞ്ഞിട്ട് ആൾക്ക് മനസ്സിലാകാതിരിക്കുമല്ലോ. അപ്പോൾ മുൻ മുഖ്യമന്ത്രി എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ് അങ്ങനെ പറയാനിടയാകുന്നത്? മുൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട്. മുൻ മുഖ്യമന്ത്രിയാണെങ്കിൽ മുൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാലേ പറ്റത്തുള്ളൂ. അല്ല, താങ്കൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പറയുമായിരുന്നു. ഇപ്പോൾ താങ്കൾ മുൻ മുഖ്യമന്ത്രിയാണ്, അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പറയണം. അത് വീണ വിജയൻ എന്ന് പറഞ്ഞൊരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ അല്ല. ഇത്രയും വലിയ പ്രിവിലേജ് ഉണ്ടായി, ഇപ്പോഴും പ്രിവിലേജ് ഉണ്ട്. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ മകളാണ്. നേരത്തെ ഭയങ്കര പ്രിവിലേജ് ഉണ്ടായിരുന്ന ഒരാളാണ്. അത്രയും പ്രിവിലേജ് ഉള്ള ഒരാളുടെ മകളാണ്. അത് പറയുന്നതിൽ എന്താണ് തെറ്റ്? അത് പറഞ്ഞേ പറ്റൂ. അത് പറയാതിരിക്കണമായിരുന്നെങ്കിൽ മര്യാദയ്ക്കൊക്കെ മുന്നോട്ട് പോകണമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതൊന്നും ആരും പറയില്ലായിരുന്നു. എൻ്റെ മകളാണ് വീണ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല, അതിനെപ്പറ്റി തർക്കമല്ല. പക്ഷേ എന്തിനാണ് എൻ്റെ പേര് ഈ സ്ഥാനപ്പേരടക്കം വെച്ചുകൊണ്ട് അതിൽ പറഞ്ഞത്? എന്താണ് അങ്ങനെ ഒരു വിചിത്രമായ നിലപാട്? ഭയങ്കര വിചിത്രമായ നിലപാടായിപ്പോയി. അതങ്ങനെ ആയതുകൊണ്ടാണ് സഖാവേ, എന്താ പറയാ. ഒന്ന് ഇരിക്കട്ടെ, അങ്ങനെ ആയാൽ തന്നെ എന്ത് കാരണത്താലാണ് ഇത്തരമൊരു പ്രസ്താവന നേരത്തെ കൊടുക്കൽ? ചെയ്യാൻ പാടില്ല നടപടിയാണല്ലോ. അത് താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. ആദ്യം അറസ്റ്റ് ചെയ്യണമായിരുന്നു. അറസ്റ്റ് ചെയ്തിട്ട് വേണമായിരുന്നു ഈ പറയുന്ന വാർത്താക്കുറിപ്പ് ഇറക്കാനായിട്ട്. അത് താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. അപ്പം ആ ഒരു നടപടിക്രമങ്ങൾ ഇനിയെങ്കിലും ED പാലിക്കണമെന്ന് ഈ പറയുന്ന പിണറായി വിജയൻ അഭ്യർത്ഥിക്കുകയാണോ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തൻ്റെ മകളെ അറസ്റ്റ് ചെയ്യണമെന്നാണോ സഖാവ് ഉദ്ദേശിക്കുന്നത്? ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ എൻ്റെ അടുത്തേക്ക് കൂടി എത്തിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന പല ആളുകൾ കാണുമല്ലോ. എന്താ സഖാവേ, ചെറിയൊരു പേടി തോന്നുന്നുണ്ടോ? ഈ പറയുന്ന താങ്കളിലേക്ക് എത്തും എന്ന് എന്തോ ഒരു ഉറപ്പുള്ള പോലെയാണല്ലോ താങ്കളുടെ പ്രതികരണം. അല്ല, താങ്കളൊരു കാര്യം ഓർക്കണം, മടിയിൽ കനമുണ്ടെങ്കിലേ വഴിയിൽ പേടിക്കേണ്ടൂ. താങ്കളുടെ മടിയിൽ കനമുണ്ടോ? പിന്നെന്താണ് ഒരു ഭയമൊക്കെ താങ്കളുടെ വാക്കുകളിൽ? എന്തായാലും പൊന്ന സഖാവേ, ജനങ്ങൾക്കൊക്കെ എല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഇനി നിയമപരമായിട്ട് അത് തെളിയേണ്ട ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ. വിതച്ചാൽ
കൊയ്തിരിക്കണം. അതാണല്ലോ പ്രപഞ്ച നിയമം. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ജനങ്ങളും അതുതന്നെയാണ് കാത്തിരിക്കുന്നത്. പിന്നെ കൂടുതൽ ഞാൻ കേൾക്കുന്നില്ല, അതിനുള്ള ക്ഷമ എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, താങ്കളുടെ ഈ വാക്കുകൾ കേട്ടാൽ കാണ്ടാമൃഗം പോലും ചിലപ്പം ആത്മഹത്യ ചെയ്ത് കളയും. കാരണം അതുപോലത്തെ തൊലിക്കെട്ടിയാണ്, അപാര തൊലിക്കെട്ടി. ലാൽ സലാം സഖാവേ.